സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് വടുകപ്പുളി അച്ചാർ. വടുകപ്പുളി അറിയാലോ, വലിയ നാരങ്ങയാണ്. അത് വൈൽഡ് ലെമൺ എന്ന് പറയും, പിന്നെ ജയൻറ്റ് ലെമൺ എന്ന് പറയും, പിക്കിൾ ലെമൺ എന്നും പറയും. അപ്പോൾ ഇത് അച്ചാറിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. അച്ചാറിനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ നെയ്ബർ തന്നതാണ്. കുറച്ച് മൂപ്പ് കൂടിപ്പോയി. അത് ആ മരത്തിൽ നിന്നിട്ട് തന്നെ കുറച്ച് മൂപ്പ് അധികമായതുകൊണ്ടാണ് ഈ ബ്രൗൺ കളർ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ കഴുകി തുടച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് ഇനി ആ കുരുകളൊക്കെ ഒന്ന് കളയാം. നല്ല മൂത്ത കുരുകളാണ്. അപ്പോൾ അതൊരു കത്തി വെച്ചിട്ട് ആ കുരുകളൊക്കെ ഒന്ന് കളയാം. ഇനി ഇതേ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വയ്ക്കാം. ഇനി അച്ചാറിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാനുണ്ട്. 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം. അപ്പോൾ തിള വന്നതിന് ശേഷം 2 മിനിറ്റ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ആ 2 മിനിറ്റ് തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിതുപോലെ ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ അച്ചാർ ഞാൻ ഇതിലാണ് ചെയ്യാറ്, അല്ലെങ്കിൽ സ്റ്റീൽ വേണമെങ്കിലും എടുക്കാം. ഇരുമ്പോ അലുമിനിയോ അങ്ങനെയൊന്നും അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. ഇനി ഒരു 10 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഈന്തപ്പഴം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പുളിയുടെ കൂടെ കുറച്ചൊരു മധുരം വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ആ ഓയിലിൽ തന്നെ 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 3/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1 തണ്ട് വേപ്പില ഒന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ കുറവായിട്ട് തോന്നി. അപ്പോൾ ഈ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഈ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് 1 മിനിറ്റ് 1-2 മിനിറ്റിന് ശേഷം മുളക് പൊടി ചേർക്കണം. പെട്ടെന്ന് തന്നെ ചേർക്കുമ്പോൾ ആ ചൂടിൽ അത് പുകഞ്ഞ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മുളക് പൊടി 3.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ച ആ ലെമൺ ചേർത്ത് കൊടുക്കാം. സാധാരണ നല്ല ഫ്രഷ് ലെമൺ ആണെങ്കിൽ നല്ല ജ്യൂസ് വരും. അപ്പോൾ ഇത് കുറച്ച് മൂത്ത് ആ ജ്യൂസൊക്കെ കുറച്ചൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു അച്ചാർ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ലെമൺ വെച്ചിട്ട് തന്നെ ചെയ്തു. അപ്പോൾ നല്ല ജ്യൂസ് വരും. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ. കായവും ഉലുവയും പൊടികൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച് ഡേറ്റ്സും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ലെമൺ ഡേറ്റ്സ് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിലും നമ്മൾ അച്ചാറിൽ ഒരല്പം മധുരം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി വെള്ളം ചേർക്കണം. അപ്പോൾ ഫ്രഷ് ലെമൺ ആണെങ്കിൽ നല്ല ജ്യൂസ് വരും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് അതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിപ്പോയത്. അപ്പോൾ നേരത്തെ നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ ഇപ്പോൾ വെള്ളം കൂടുതൽ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ, അതായത് ഈ മൺചട്ടിയിൽ ഇരിക്കുമ്പോൾ കുറച്ച് വറ്റി ഒന്ന് ഡ്രൈ ആവും വീണ്ടും. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ അല്പം കൂടെ വെള്ളം തിളപ്പിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് ഡ്രൈ കണ്ടോ, ഇതുപോലെ ഡ്രൈ ആയിപ്പോയി. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം തിളപ്പിച്ച് 2 മിനിറ്റ് നേരെയെങ്കിലും തിളപ്പിക്കണം. എന്നിട്ട് ആറിയതിന് ശേഷം ചേർക്കാം. അപ്പം അങ്ങനെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് ടു 1/2 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വടുകപ്പുളി അച്ചാർ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഡേറ്റ്സും കൂടെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും.
അപ്പോൾ ഇത് നല്ല ഉണങ്ങിയ ചില്ല് കുപ്പിയിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാണാൻ ലുക്കില്ലാത്ത ലെമണാണെങ്കിലും അച്ചാർ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ലെമൺ വെച്ചിട്ട് തന്നെ ചെയ്തു, വടുകപ്പുളി വെച്ചിട്ട് തന്നെ ചെയ്തു. ഈ അച്ചാർ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് ഉണ്ട്, മിനി ചേച്ചി US-ലാണ്. അപ്പോൾ മിനി ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഈ വടുകപ്പുളി അച്ചാറൊന്ന് ഇട്ടിട്ട് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഈ റെസിപ്പി മിനി ചേച്ചിക്കും അതുപോലെ ഈ അച്ചാർ ഇങ്ങനെ തയ്യാറാക്കാൻ അറിയാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്